മാലിട്ടിട്ട് പുറകോട്ട് മാറണം. മാലിട്ടിട്ട് സൈഡിലോട്ട് മാറണം. കൈയിടല്ലേ ചേട്ടാ, കൈ 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 അപ്പുറത്തെ സൈഡിൽ, അപ്പുറത്തെ സൈഡിൽ. ഹലോ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരുത്തനായ സാരഥി ശ്രീ കെ പി ഗണേഷ് കുമാർ കുളപ്പുറം ജംഗ്ഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഓരോരുത്തരും സ്വീകരണം നൽകണമെന്ന് അറിയിക്കുകയാണ്. ആരുടെയും പേരുകൾ വായിക്കുന്നില്ല. മുഴുവൻ ആളുകളും, ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളും നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിക്ക് ഊഷ്മളമായ സ്വീകരണം നൽകുന്നു. മുഴുവൻ ആളുകളും സ്വീകരണം നൽകണമെന്ന് അറിയിക്കുകയാണ്. കഴിഞ്ഞ 4 നൂറ്റാണ്ട് കാലം പത്തനാപുരം മണ്ഡലത്തിന്റെ സമസ്ത മേഖലകളിൽ വികസനത്തിന്റെ പാന്താവ് തെളിച്ച ഏറ്റവും പ്രിയങ്കരനായ പ്രിയപ്പെട്ട ശ്രീ കെ പി ഗണേഷ് കുമാറിന് കുളപ്പുറം നിവാസികൾ നൽകുന്ന ഊഷ്മളമായ സ്വീകരണമാണ്. സ്വീകരണത്തിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഏവരുടെയും പ്രിയങ്കരനായിട്ടുള്ള ശ്രീ കെ പി ഗണേഷ് കുമാർ നിങ്ങളോട് സംസാരിക്കും. ഇട്ടിട്ട് പ്രിയമുള്ളവരെ, ഈ നാട് നൽകിയ ഊഷ്മളമായ സ്വീകരണത്തിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഏവരും നിങ്ങളോട് സംസാരിക്കുന്നു. സ്നേഹമുള്ളവരുമായ എന്റെ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അമ്മമാരെ, പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, നിങ്ങളിവിടെ നൽകിയ സ്നേഹോഷ്മളമായ വരവേൽപ്പിനെ ഞാൻ ആദ്യമായി എന്റെ ഹൃദയത്തിന്റെ ഭാഷയിലുള്ള നന്ദി അറിയിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് അരികിൽ നിൽക്കുന്ന ഒരാളല്ല, ഞാൻ നിങ്ങളുടെ ഹൃദയത്തിലുള്ള ആളാണ്. ഹൃദയത്തിലുള്ള ആൾ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ, ആവശ്യങ്ങൾ, സ്വപ്നങ്ങൾ ഇവയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഈ നാടിനെ കഴിഞ്ഞ 75 വർഷം മുന്നോട്ട് നയിച്ചത് നിങ്ങൾക്ക് വേണ്ടി ചെയ്തത് ഞാനാണ്. നമ്മുടെ നാടിന്റെ വികസനത്തിൽ ഒരുപാട് പുരോഗതികൾ, റോഡുകൾ, പാലങ്ങൾ, അങ്ങനെ ഒരുപാട് പുരോഗതികൾ ഉണ്ടായി. സ്കൂളുകൾ, ആശുപത്രികൾ, ഇതെല്ലാം ഉണ്ടാകുമ്പോഴും നമുക്ക് ഏറ്റവും സമാധാനമുള്ളത് സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും സംബന്ധിച്ച് അന്തസ്സായി അഭിമാനത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം പത്തനാപുരത്ത് സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ കുടുംബത്തിലെ, നിങ്ങളുടെ സഹോദരനായ, കൂടപ്പുറപ്പായ, നിങ്ങളുടെ കുടുംബാംഗമായ എനിക്ക് നിങ്ങൾക്ക് നൽകാൻ കഴിഞ്ഞത് വളരെ സമാധാനപരമായി. നമ്മുടെ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സഹോദരിമാർ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി പോയി വൈകി ബസ്സിൽ വന്നിറങ്ങിയാൽ സുരക്ഷിതമായി വീട്ടിലെത്താൻ കഴിയുന്ന വളരെ സംസ്കാര സമ്പന്നമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഞാൻ കാണുന്ന ഏറ്റവും നല്ല കാര്യം. കാരണം ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്തിയെങ്കിലും നമ്മൾ സാമൂഹ്യമായ ഒരു വലിയ പുരോഗതി, കാരണം മദ്യപാനമാണെങ്കിലും ശരി, കള്ളച്ചാരായം മാറ്റലുകാരും, കഞ്ചാവ് കച്ചവടക്കാരും, മണൽ മാഫിയ, മണ്ണ്, അങ്ങനെയുള്ള മാഫിയകളൊന്നും ഇല്ലാത്തൊരു നാടാക്കി, ഗുണ്ടകളില്ലാത്തൊരു നാടാക്കി നമുക്ക് പത്തനാപുരത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു എന്നുള്ളത് വളരെ ഭാഗ്യമുള്ള കാര്യമാണ്. അതിനെ നാട്ടിലെ എല്ലാ ജനങ്ങളും എന്നോട് രാഷ്ട്രീയ ഭേദമന്യേ, ജാതിമത ഭേദമന്യേ സഹകരിച്ചിട്ടുണ്ട്. അതിന് ഗുണഫലം അനുഭവിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളാണ്, നമ്മുടെ മക്കളാണ്, നമ്മുടെ സഹോദരിമാരാണ്, നമ്മുടെ അമ്മമാരാണ് എന്നതിൽ അഭിമാനിക്കുകയാണ്. കേരളത്തിലെ, ഇന്ത്യയിലെ ഏറ്റവും നല്ല ക്രമസമാധാനം നിലയുള്ള സംസ്ഥാനമായി മാറ്റിയ ശ്രീ പിണറായി വിജയൻ, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് കേരളത്തിലെ 5 ലക്ഷത്തോളം പാവപ്പെട്ടവർക്ക് പട്ടയം നൽകുകയും അതുപോലെ 5 ലക്ഷത്തോളം ആൾക്കാർക്ക് പാർപ്പിടമില്ലാത്തവർക്ക് പാർപ്പിടം നൽകുക, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ PSC വഴി സംവരണ തത്വങ്ങൾ പാലിച്ചുകൊണ്ട് യുവതി യുവാക്കളെ സർക്കാർ ജോലിയിലേക്ക് നിയമിച്ച
ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് വീണ്ടും വരുന്നതിന് വേണ്ടിയാണ് ഈ തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ LDFന് ശക്തി പകരാൻ നിങ്ങളിൽ ഒരാളായി എന്നെ നിങ്ങൾ സഹായിക്കണം. നമ്മൾ ഈ പ്രദേശത്ത് നോക്കിയാൽ തന്നെ എവിടെ നിന്ന് നോക്കുമ്പോഴും ഒരു 500 മീറ്ററിന്റെ ഉള്ളിൽ ഞാൻ കൊണ്ടുവരാത്ത വികസന പ്രവർത്തനങ്ങളില്ല എന്ന് ഓർക്കണം. ഈ റോഡ് ഇത്തരത്തിൽ നവീകരിച്ചിരിക്കുന്നത് ഞാനാണ്. ഇനി ഇതിനെ ഞാൻ മനസ്സിൽ കാണുന്ന ഒരു ആശയം എന്ന് പറയുന്നത് ആമണീശ്വരം പാലം ആനശ്വരത്ത് റെയിൽവേ സ്റ്റേഷൻ മുതൽ ഇനി സ്നേഹതീരത്തിന് ഇപ്പുറത്ത് മന്ന മെമ്മോറിയൽ സ്കൂൾ വരെ ഇപ്പം അവിടെ മുതൽ സ്നേഹതീരത്തിനുള്ള റോഡ് പണിയുന്നുണ്ട്. അതിന്റെ അവിടം വരെ ഒരു PMLVC നിലവാരമുള്ള റോഡാക്കി റോഡിൽ മാറ്റണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം പല ഘട്ടങ്ങളിൽ റോഡ് നവീകരിക്കാൻ പിന്നെയും പൊളിഞ്ഞു പോവുക, പിന്നെയും നവീകരിക്കാൻ പിന്നെയും പൊളിഞ്ഞു പോവുക, സിമെന്റൊക്കെ ഇട്ട് വെള്ളം നന്നായി ഒഴുകി പോകത്തക്ക രീതിയിൽ ഇത് PWD റോഡല്ല എങ്കിൽ പോലും അതിന് അടുത്തതായി പണം അനുവദിപ്പിച്ച് നമുക്ക് ആ റോഡ് ചെയ്യേണ്ടതുണ്ട്. പിന്നെ പള്ളിച്ചറ നിർമ്മിച്ച് നൽകിയത് ഞാനാണ്. പിന്നെ കുളപ്പുറം റോഡിൽ 10 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. അതുകൂടാതെ നമുക്കിനി ഒരുപാട് പുതിയ റോഡുകൾ ഞാൻ MLA ഫണ്ട് ഉപയോഗിച്ച് ഇപ്പോൾ പിന്നെ പണിയാത്ത പല റോഡുകളും പണിയുകയാണ്. ഈ റോഡിന് നമുക്ക് ഗവൺമെന്റിൽ നിന്ന് തന്നെ ഫണ്ട് അനുവദിച്ചു 1.5 കോടി രൂപ ആവശ്യം വരും. അത് അനുവദിച്ചുകൊണ്ട് ഈ റോഡിനെ നമ്മൾ നവീകരിക്കും. നമ്മുടെ ശാസ്ത്രി ജംഗ്ഷൻ കിണറ്റിങ്കര റോഡൊക്കെ നവീകരിച്ചതുപോലെ വളരെ സ്റ്റൈലായിട്ട് നവീകരിക്കാനുള്ള നടപടി നമ്മൾ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ പള്ളിച്ചിറ വൃത്തിയാക്കിയത് ഞാനാണ്. 1 കോടി രൂപ ചിലവാക്കിയാണ് നവീകരിച്ചത്. അതിനോടൊരു പാർക്കൊക്കെ നിർമ്മിക്കണമെന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഈ പുതിയ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അതിനുള്ള നടപടി നമ്മൾ സ്വീകരിക്കും. ഈ മുഴുവൻ 14 PUT അവളക്കുടി പഞ്ചായത്തിന്റെ സമ്പൂർണ്ണ ശുചിത്വത്തിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനം ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതെല്ലാം തെരഞ്ഞെടുപ്പിന് ശേഷം നിങ്ങളുടെ സഹായം ഉണ്ടാകണം. ഇടതുപക്ഷ ജനാധിപത്യത്തിലെ സ്ഥാനാർത്ഥിയായി നിലവിധി തേടുന്ന എനിക്ക് നിങ്ങളുടെ എല്ലാം സ്നേഹം ടെലിവിഷൻ ചിഹ്നത്തിൽ വോട്ടായി രേഖപ്പെടുത്തി എന്നെ അനുഗ്രഹിച്ച് വിജയിപ്പിക്കണം എന്ന സ്നേഹത്തോട് അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് എല്ലാ വിജയങ്ങളും നന്മകളും ദൈവം നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ഹൃദയത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് സ്നേഹത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് കടന്നു വരികയാണ്. പത്തനാപുരത്തിന്റെ വികസന നായകൻ കടന്നു വരുന്നു.